നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധത്തായി അറിയിച്ച നമ്മുടെ ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. ഹെറോദോസ് രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ ഈശോ ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ യെരൂശലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? കാരണം ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കുവാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെരോദോസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം യെരൂശലേം മുഴുവനും. അവൻ സകല പ്രധാന പുരോഹിതന്മാരെയും ജനത്തിന്റെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി മിശിഹ എവിടെയാണ് ജനിക്കുന്നത് എന്ന് അന്വേഷിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. എന്തെന്നാൽ പ്രവാചകനിലൂടെ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കുവാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഹെരോദോസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ട സമയം സൂക്ഷ്മമായി അവരിൽ നിന്ന് അന്വേഷിച്ച് അറിഞ്ഞു. അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. കണ്ടു കഴിയുമ്പോൾ ഞാൻ ചെന്ന് അവനെ ആരാധിക്കുന്നതിന് എന്നെ അറിയിക്കുക. രാജാവിനെ കേട്ട ശേഷം അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിൽക്കുന്നത് വരെ അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അവന്റെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ട് മുട്ടിന്മേൽ വീണ് ആരാധിക്കുകയും അവരുടെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്ന്, മീറ, കുന്തിരിക്കം എന്നീ കാഴ്ചകൾ അവന് അർപ്പിക്കുകയും ചെയ്തു. ഹെരോദോസിന്റെ അടുത്തേക്ക് മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് തിരിച്ചുപോയി. ഇപ്പോഴേ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച വന്നത് പ്രകാരമാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ തിരുവനന്തപുരത്തുള്ള രാജകൊട്ടാരത്തിൽ ചെന്ന് ലക്ഷ്മി പോയി തമ്പുരാട്ടിയെ കണ്ട് തമ്പുരാട്ടി എന്ന് അഭിസംബോധന ചെയ്ത് അവരുടെ അനുഗ്രഹം അപേക്ഷിക്കുന്നു. തലമുണിച്ച് നിന്ന് അവർ കൈകൾ വെച്ച് ആശീർവദിക്കുന്നു. ഇത് ശരിയാണോ? അത് രാജാവും തമ്പുരാട്ടി എന്നൊക്കെ അധികാരമില്ലാത്തവരെ പറ്റി പറയുന്നത് ശരിയാണോ? നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ധാരാളം രാജാക്കന്മാർ ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് മുമ്പുണ്ടായിരുന്നു. തിരുവിതാംകൂറില്, പന്തളം, തൃപ്പൂണിത്തുറ, കൊച്ചി, കോഴിക്കോട് തുടങ്ങി ധാരാളം രാജാക്കന്മാർ കോട്ടയം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവരിൽ പല രാജാക്കന്മാരുടെ രാജകൊട്ടാരങ്ങളും അതുപോലെ തന്നെ അവരെ രാജാവെന്നും രാജ്ഞിയെന്നും തമ്പുരാനെന്നും തമ്പുരാട്ടി എന്നും ഒക്കെ വിളിക്കാറുണ്ട്. എന്നാൽ ഇതുപോലെ തന്നെ പേർഷ്യൻ രാജ്യത്ത് ഉണ്ടായിരുന്ന രാജാക്കന്മാരെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുക. മേദിയൻ വർഗത്തിൽപ്പെട്ട ഭരണത്തിലിരുന്ന രാജാക്കന്മാര് അന്നത്തെ പേർഷ്യൻ സാമ്രാജ്യത്തിന് എതിരായിട്ട് യുദ്ധം ചെയ്യുവാൻ ശ്രമിച്ചു. പക്ഷേ അവരെ പേർഷ്യക്കാരെ കീഴടക്കി. അതിനുശേഷം അവരുടെ നിലപാട് മാറ്റി. അവർ പേർഷ്യൻ ഭരണാധികാരികൾക്ക് വിധേയരായിക്കൊണ്ട് അവരുടെ ഉപദേഷ്ടാക്കളാവുകയും അതുപോലെ തന്നെ അത് നോബിൾ വർഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് രാജാക്കന്മാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് കൊണ്ട് അവര് അറിവുള്ളവരായി. അതുകൊണ്ടാണ് ജ്ഞാനികൾ എന്ന് പറയുന്നത്. അവര് ഈശോയെ ആരാധിക്കാൻ വരുന്നത് കൊണ്ടാണ് പൂജരാജാക്കന്മാരെന്ന് പറയുക. അതുപോലെ തന്നെ അക്കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമുള്ളവർ ഇന്നത്തെ പോലെ സ്പെഷ്യലൈസേഷൻ അല്ല, എല്ലാ കാര്യത്തിലും അവർ എക്സ്പെർട്സ് ആയിരിക്കും. അതുകൊണ്ട് ജ്യോതിശാസ്ത്രം, അതായത് ആകാശത്തിലെ നക്ഷത്രങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഓരോ മനുഷ്യർക്കും പ്രത്യേകമായിട്ടുള്ള അവരുടെ നമ്മളറിയാം ജ്യോതിഷം അനുസരിച്ചൊക്കെ അവരുടെ ഭാവിയെക്കുറിച്ച് പ്രവചിക്കുന്ന കുറിപ്പുകളൊക്കെ ഇന്ത്യയിൽ എഴുതാറുണ്ട്. അതുപോലെ തന്നെ അവർ ഫോർച്യൂൺ ടെല്ലേഴ്സാണ്. ഭാവിയെക്കുറിച്ച് അവർ ആളുകൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കും. സ്വപ്ന വ്യാഖ്യാതാക്കളാണ്. അങ്ങനെ പല പേരിൽ അവർ അറിയപ്പെട്ടത്. ഇതിലെല്ലാം അവർ കഴിവുള്ളവരാണ്. അങ്ങനെയുള്ള രാജാക്കന്മാര് ഈശോയെ ആരാധിക്കാൻ വരുന്നു. എത്ര പേര് പുറപ്പെട്ടു എന്ന് അല്ലെങ്കിൽ എത്ര പേര് വന്നു എന്ന് പറയുന്നില്ല. ഒന്നിലധികം പേരെ വന്നുള്ളത് വ്യക്തമാണ്. കാരണം ജ്ഞാനികൾ അവനെ സന്ദർശിക്കാൻ വന്നതെന്നാണ് മത്തായി സുവിശേഷം രേഖപ്പെടുത്തുക. പരമ്പരാഗതമായിട്ടുള്ള ഒരു വിശ്വാസം 12 പേര് പുറപ്പെട്ടു.
പക്ഷേ എല്ലാവർക്കും അന്നെത്താൻ പറ്റിയില്ല. കാരണം യാത്ര വളരെ ക്ലേശകരമാണ്. ഇന്നത്തേതുപോലെയല്ല, വളരെയേറെ മരുഭൂമികളും മലഞ്ചെരുവുകളും എല്ലാം കടന്നു വേണം അവർക്ക് അവിടെ വരുവാനായിട്ട്. പ്രതികൂലമായ കാലാവസ്ഥ, വിന്റർ സീസണാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പലരും തിരിച്ചു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും 3 പേരാണ് പരമ്പരാഗതമായിട്ട് അറിയപ്പെടുക. അവരുടെ പേര് മെൽക്കിയോർ, ഗാസ്പർ, ബൽത്താസർ. ഇവര് മെൽക്കിയോർ പേർഷ്യയിൽ നിന്നും, ഗാസ്പർ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും, അല്ലെങ്കിൽ ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യ ഉദ്ദേശിക്കുക, ബൽത്താസർ അറേബ്യയിൽ നിന്നും വന്നു എന്നാണ് പറയുക. അതിന് കാരണം 3 സമ്മാനങ്ങളാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 3 എന്നുള്ളത് രേഖപ്പെടുത്തുവാനായിട്ട് കാരണമായിട്ടുള്ളത്. ഇനി നമുക്കറിയാം, ദൈവത്തെ ആരാധിക്കാനായിട്ട് വരുമ്പോൾ എംപ്റ്റി ഹാൻഡഡ് ആയിട്ട് ഒരിക്കലും പോകരുത് എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ ആരാധിക്കാൻ വരുമ്പോൾ, അതായത് ജെറുസലേം ദേവാലയത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ കാണിക്കയുമായിട്ട് പറയണം, നിങ്ങൾക്ക് തന്നിയ അനുഗ്രഹത്തിന്റെ വീതം എനിക്ക് വേണ്ടി നിങ്ങൾ ആലയത്തിൽ കൊടുക്കണം. എന്തിനാണ്? ആ ദേവാലയത്തിന്റെ നടത്തിപ്പിന് വേണ്ടി. അതുപോലെ തന്നെ പുരോഹിതന്മാരുടെ ചെലവുകളും ദേവാലയ ശുശ്രൂഷകളുടെ ചെലവുകളും കഴിയുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ വരുന്ന ഈ രാജാക്കന്മാരെ പേർഷ്യയിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് അവര് യഹൂദന്മാരായിരിക്കില്ല, അവര് വിജാതീയരാണ്. അങ്ങനെയുള്ള ഈ 3 രാജാക്കന്മാര്, ഈ 3-ന് പ്രത്യേകതയുണ്ട്. കാരണം ഇവിടെ പരാമർശിക്കുന്ന പല കാര്യങ്ങളിലും ഈശോയ്ക്ക് 3 തരം റോളുകളാണുള്ളത്. പഴയ നിയമ കാലഘട്ടത്തില് 3 തരം ദൈവത്തിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു. ഒന്ന് ഭരണാധികാരികൾ, രാജാക്കന്മാര്. ദൈവത്തിന്റെ പ്രതിനിധികളായിട്ട് ഇസ്രായേലിനെ നയിക്കുന്ന രാജാക്കന്മാര്, അത് സൗളോ അല്ലെങ്കിൽ ദാവീദോ സോളമനോ ആരായാലും അവരെല്ലാം ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രതിനിധിയായി ദൈവജനത്തെ നയിക്കുന്നവരാണ്. മറ്റൊന്ന്, ദൈവത്തിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുകയും വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാര്. മറ്റൊന്ന്, ദൈവത്തിന് മനുഷ്യരുടെയും ഇടയിൽ മധ്യസ്ഥം വഹിക്കുന്ന പുരോഹിതന്മാര്. അപ്പൊ ഈശോ ഒരേ സമയം രാജാവും പുരോഹിതനും പ്രവാചകനും ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ 3 രാജാക്കന്മാര്, അവർ കൊണ്ടുവരുന്ന 3 സമ്മാനങ്ങളും ഈ 3-നെയും പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതായത് അവർ ഒന്ന് കാണിക്ക വയ്ക്കുന്നത് സ്വർണമാണ്. സ്വർണം എന്ന് പറയുന്നത് ഈ കിങ് ഓഫ് ദ മെറ്റൽസ്, അതായത് ലോഹങ്ങളുടെ രാജാവായിട്ടാണ് സ്വർണം അറിയപ്പെടുക. അതുകൊണ്ടാണ് അമ്പലങ്ങളും ക്ഷേത്രങ്ങളും മോസ്കുകളും ഒക്കെ, അല്ലെങ്കിൽ വലിയ വലിയ കൊട്ടാരങ്ങളിലൊക്കെ മുകളിലും ഒക്കെ സ്വർണം കൊണ്ട്, കാരണം വെയിലത്ത് തിളങ്ങും സ്വർണം. അപ്പൊ അങ്ങനെ സ്വർണം കൊണ്ട് നിർമ്മിതമാകുന്നത്. അതുകൊണ്ട് സ്വർണം ഈശോയ്ക്ക് സമ്മാനമായി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഈശോയുടെ രാജ്യത്വത്തെ അംഗീകരിക്കുന്നു. രാജാക്കന്മാരുടെ രാജാവിനെ കാണാൻ രാജാക്കന്മാർ വരികയാണ്. അപ്പൊ അതുകൊണ്ട് അവർ രാജാവ് കൊടുക്കുന്ന സമ്മാനമാണ് ഈ സ്വർണം. പിന്നെ മറ്റൊന്ന് മീറ. മീറയ്ക്ക് 2 കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ തൈലം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെയുള്ള ഒരു തൈലമാണ് ഈ മീറ. മറ്റൊന്ന്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരം പൂശുന്നതും മീറ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ മീറ ഒരാൾ സമാനമായി കൊടുക്കുന്നുണ്ട്. അതാണ് ഈശോയുടെ രാത്രിയില് കാണാൻ വന്ന നിക്കോദേമോസ് അരിമത്യാക്കാരൻ യോസഫിനോട് സഹകരിച്ചുകൊണ്ട് വിലയേറിയ സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈശോയെ പൂശാൻ ശ്രമിച്ചു. സമയം വൈകിയതുകൊണ്ടാണ് പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ പിന്നീട് ഭക്തരായ സ്ത്രീകൾ അവിടെ ഈ മീറ കൊണ്ട് തൈലം പൂശാനായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈശോയുടെ ജനനത്തിലും ഈശോയുടെ മരണത്തിലും മീറ സമാനമായി കൊടുക്കുന്നുണ്ട്. അത് ഈശോയുടെ പ്രവാചക ദൗത്യത്തെയും അതോടൊപ്പം തന്നെ ഈശോ നമുക്ക് വേണ്ടി മരിക്കുവാനിരിക്കുന്നതിനെയും അനുസ്മരിപ്പിക്കുന്നതാണ്. ഇനി 3-ാമത് കുന്തിരിക്കം. കുന്തിരിക്കം എന്ന് പറയുന്നത് നമുക്കറിയാം, ദേവാലയത്തില് അന്ന് മൃഗങ്ങളെ ബലിയർപ്പിക്കുമ്പോൾ, ഇന്നത്തെ പോലെയല്ല, അന്ന് മൃഗങ്ങളെ ആടിനെ ആയാലും കാളയായാലും അതിനെയൊക്കെ വെട്ടി കണ്ടിച്ച് അതിന്റെ രക്തം അത്താരിയിൽ ഒഴിക്കും. അതിനുശേഷം അതിന്റെ മാംസം ചുട്ടെടുക്കും. അപ്പൊ അവിടേക്ക് അത് ദഹിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധം, ഈ രക്തത്തിന്റെയും പച്ച മാംസം കരിക്കുന്നതിന്റെയും ഒക്കെ മണം വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൂടിയാണ് ഈ സുഗന്ധമായിട്ടുള്ള ഈ കുന്തിരിക്കം ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഒരാളെ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ സാമ്പ്രാണിയിൽ കത്തിക്കും. കാരണം ഈ ഡെഡ് ബോഡിയിൽ നിന്നുള്ള ദുർഗന്ധം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ സാമ്പ്രാണത്തിൽ കത്തിക്കുക. എന്നാൽ അതേ സമയത്ത് അതിന് സ്പിരിച്വലായിട്ട് കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, കുന്തിരിക്കം കത്തിക്കുമ്പോൾ അതിന്റെ പുകപടലങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരും. അപ്പൊ ബലിവസ്തുക്കൾ കത്തിക്കുമ്പോൾ അതിന്റെ പുകപടലങ്ങൾ ഉയരുന്നതോടൊപ്പം തന്നെ ഉയരണമേ പ്രാർത്ഥന അഖിലേശ എന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുന്നത് ആ ഗാനത്തിലും അത് തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ സ്വർഗത്തിലേക്ക് ഉയരുന്നു. അത് ദൈവം നമ്മളെ സ്വീകരിക്കുന്നു. കാരണം ആ പ്രാർത്ഥന ദൈവം ആകാശത്തിലേക്ക് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിനെ അർത്ഥമാക്കുക. അപ്പൊ അതുകൊണ്ട് അത് സൂചിപ്പിക്കുന്നത് ഈശോയുടെ പൗരോഹിത്യത്തെയാണ്. ഇനി ഈ 3 രാജാക്കന്മാര് വന്ന് ആരെയാണ് കാണുക? ഈ പുരോഹിതന്മാരെ കാണുന്നുണ്ട്, രാജാവിനെ കാണുന്നുണ്ട്,
യഹൂദന്മാരുടെ രാജാവായിട്ട് ജനിച്ചവനാണ്. അപ്പൊ അതുകൊണ്ട് യഹൂദന്മാരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ജെറുസലേമിലാണ്. അപ്പൊ ജെറുസലേമില് ഈ ഹെറോദോസ് എന്ന് പറയുന്ന മഹാരാജാവ് പല സ്ഥലങ്ങളിലാണ് കൊട്ടാരമുള്ളത്. പക്ഷേ ആ സമയത്ത് അദ്ദേഹം ജെറുസലേമിലുണ്ട്. അതുകൊണ്ട് പ്രോട്ടോകോൾ അനുസരിച്ച് ഈ രാജാക്കന്മാർ നേരെ വന്ന് മഹാനായ ഹെറോദോസ് രാജാവിനെ കാണുകയാണ്. അപ്പം രാജാക്കന്മാരുടെ രാജാവായ ആ ശിശു ജനിച്ചിരിക്കുന്നത് ആരാണെന്ന് കാണുവാൻ അന്നത്തെ കാലത്തെ രാജാവിനെ ദൈവം ഈ പൂജ രാജാക്കന്മാർ വഴിയായിട്ട് അറിയിക്കുകയാണ്. ഔദ്യോഗികമായിട്ട് ഇതാ രക്ഷകൻ പിറന്നിരിക്കുന്നു. പക്ഷെ ആ രാജാവിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഇവൻ വന്നാൽ യഹൂദന്മാർ എന്നെ തിരസ്കരിക്കും, കാരണം ഞാൻ സങ്കരവർഗത്തിൽ പെട്ടവനാണ്. യഹൂദ ഇതുമായ വർഗത്തിൽ, അതായത് അപ്പനും അമ്മയും രണ്ടും വിവാഹത്തിൽപ്പെട്ടതാണ്. ഒരാളെ യഹൂദൻ, ഒരാള് ഇതുമായ വർഗമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സങ്കരവർഗക്കാരെ യഹൂദന്മാരെ സ്വീകരിക്കുക. മാത്രമല്ല അവരുടെ രാജാവ് ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനായിരിക്കണം. പക്ഷെ ഇയാള് റോമൻ ചക്രവർത്തിയുടെ അധികാരത്തിലൂടെ ആദ്യം ഗവർണറായി വരികയും പിന്നീട് പ്രൊമോട്ട് ചെയ്ത് രാജാവെന്ന പേരിൽ സ്ഥാനപ്പേര് ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഹെറോദോസ് രാജാവ്. പിന്നീടാണ് പിലാത്തോസൊക്കെ ഗവർണറായിട്ട് വരിക. അങ്ങനെ ആ ഹെറോദോസ് രാജാവിന്റെ അടുക്കൽ വന്ന് അന്നത്തെ രാജാവിനെ അറിയുകയാണ്, രാജാവായിട്ട് രക്ഷകൻ പിറന്നിരിക്കുന്നു. അപ്പൊ ഈ രാജാവ് എന്താണ് ചെയ്യുക? അദ്ദേഹം അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ വിളിക്കുന്നു. ആ പുരോഹിതന്മാരെന്ന് പറയുമ്പോൾ പുരോഹിതന്മാരെ വന്നിരിക്കുന്ന ഈശോയെ കുറിച്ച് അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ വിവരം അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിയമജ്ഞന്മാരെ അറിയിക്കുന്നു. നിയമജ്ഞന്മാരെന്ന് പറഞ്ഞാൽ വെറും സിവിൽ നിയമമല്ല, ഒരു സിവിൽ നിയമം അറിയാം, പക്ഷെ അതിനേക്കാൾ ഒരു വേദഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ച് വ്യാഖ്യാനിക്കുകയും പകർത്തിയെടുക്കുകയും ചെയ്യുന്ന ആളുകളാണ്. സിനഗോഗുകളിൽ ബൈബിൾ വ്യാഖ്യാനിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അവർ അക്കാലത്തെ പ്രവാചകന്മാരാണ്. അപ്പൊ അതുകൊണ്ട് അവരോടുകൂടി ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാങ്കേതിക സംഘത്തെ വിളിക്കുന്നു. അപ്പൊ അങ്ങനെ പുരോഹിതന്മാരും പ്രവാചകന്മാരും രാജാവും ഈ വിവരം അറിയുകയാണ്, ഇതാ രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നുള്ള വിവരം. എന്നാൽ ഈ ഇവരെല്ലാം ഈശോയെ അവഗണിക്കുകയും രാജാവ് ഈ രക്ഷകനെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഇനി ഈ രാജാക്കന്മാർ എവിടെ ചെന്നാണ് കാണുക? പുൽക്കൂട്ടിൽ ചെന്നല്ല ഈശോയെ കാണുക. അവർ ഭവനത്തിലെത്തി യേശുവിനെയും അവരുടെ അമ്മയായ മറിയത്തെയും കണ്ടു എന്നാണ് മത്തായി രേഖപ്പെടുത്തുക. അതിന് കാരണം ഈശോ പിറന്നത് പുൽക്കൂട്ടിലാണെങ്കിലും ഇടയന്മാരുടെ സന്ദേശം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ ബെത്ലഹേമിലുള്ള പല ആളുകളും ഈ രക്ഷകനെ വിശ്വസിക്കുകയും അവനെ വന്ന് ആരാധിക്കുകയും ചെയ്യുക മാത്രമല്ല, ഏതോ ഭവനത്തിൽ അവർക്ക് അഭയം കൊടുത്തു. അതുകൊണ്ടാണ് ഇവർ പൂജരാജാക്കന്മാർ വന്ന് യേശുവിനെ ഭവനത്തിൽ വന്ന് സന്ദർശിച്ചു. എന്നിട്ട് അവിടെ ഈശോയ്ക്കാണ് പ്രാധാന്യം. ഈശോയെ അവരുടെ അമ്മയായ മറിയത്തെയും കണ്ടു. യോസേപ്പിനെ പറ്റി പറയുന്നത്, കാരണം യോസേപ്പ് പിതാവ് വളർത്തുപിതാവായതുകൊണ്ടാണ് യോസേപ്പിനെ പറ്റി പറയാത്തത്. ഇനി അവിടെ വരുമ്പോൾ ഈ രാജാക്കന്മാർ എന്താണ് ചെയ്യുക? അവര് മുട്ടുകുത്തി ആരാധിക്കുന്നു. മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ ആരുടെ മുമ്പിലാണ് നമ്മൾ മുട്ടുകുത്തുക? ഒന്നെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ വലിയ ഭരണാധികാരികൾ, നമ്മളെക്കാൾ അധികാരമുള്ളവരുടെ മുമ്പിൽ. കാരണം മുട്ടാണ് ഈ പഴയ നിയമ കാലഘട്ടത്തിൽ ഒരാളുടെ ശക്തിയായിട്ട് അറിയപ്പെട്ടത്. നമ്മുടെ മുട്ടിന് കേട് വന്നാൽ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരാൾക്ക്, അതായത് ആളിന്റെ ബലം എന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത് പഴയ സങ്കല്പം അനുസരിച്ച് ഒരാളുടെ മുട്ടിലാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ശക്തി നിനക്ക് ഞാൻ വിധേയപ്പെടുന്നു എന്നുള്ള അർത്ഥമാണ് ഒരാളുടെ മുമ്പിൽ മുട്ടുകുത്തുക, ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുക. അതുകൊണ്ടാണ് ലത്തീൻ സഭയില് വിശുദ്ധ കുർബാനയുടെ കോൺസെൻട്രേഷൻ നടത്തുമ്പോൾ മുട്ടുകുത്താൻ കാരണം അപ്പോൾ ഈശോയുടെ ശരീരങ്ങളാകുന്നു. സീറോ മലബാർ സഭയിലാണെങ്കിൽ അനുതാപത്തിന്റെ ശുശ്രൂഷ നടത്തുമ്പോൾ നമ്മൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ മുട്ടുകുത്തുന്നതിന്റെ അർത്ഥം ഇതാണ്: ഞാൻ ദൈവത്തിന് വിധേയപ്പെടുന്നു, അങ്ങയുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആരെങ്കിലും ശിശുക്കളെ കണ്ട് മുട്ടുകുത്താറുണ്ടോ? ആരെങ്കിലും ശിശുക്കളെ കണ്ട് ആരാധിക്കാറുണ്ടോ? അപ്പൊ ഈ രാജാക്കന്മാർക്ക് ബോധ്യമായി ഇത് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ വെറും ഒരു രാജാകുമാരനല്ല, മറിച്ച് അവൻ ദൈവമാണ്. അതുകൊണ്ടാണ് അവര് മുട്ടുകുത്തി ആരാധിക്കുന്നത്. ഇനി അവർ കൊടുക്കുന്ന ഈ സമ്മാനങ്ങൾ മൂന്നും അക്കാലത്തെ ഏറ്റവും വിലപ്പെട്ട സമ്മാനങ്ങളാണ്. അതുകൊണ്ട് ആണ് ദൈവം ഈ രാജാക്കന്മാരുടെ യോസേപ്പിനും മറിയത്തിനും കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. കാരണം അവര് പിന്നീട് ഏതാനും വർഷക്കാലം ഈജിപ്തിൽ പോയി താമസിക്കേണ്ടി വരുന്നു, അഭയാർത്ഥികളാകുന്നു, തൊഴിൽരഹിതരാകുന്നു. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുവാനുള്ള സമ്മാനങ്ങളാണ് ഈ പൂജ രാജാക്കന്മാർ വഴിയായി ദൈവം യോസേപ്പിനും മറിയത്തിനും എത്തിച്ചു കൊടുക്കുക. ഇനി അതിനുശേഷം ഈ രാജാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു? ബൈബിളിൽ ഇത്രേ പറയുന്നുള്ളൂ: അവര് മറ്റൊരു മാർഗത്തിലൂടെ സ്വപ്നത്തിലെ ദർശനം അനുസരിച്ച് ഹെറോദോസ് രാജാവിനെ കാണാതെ അവർ ഒളിച്ചുപോയി. എന്നാൽ അതിനുശേഷം 14ാം നൂറ്റാണ്ടില് ഒരു പുരോഹിതൻ ജോൺ ഓഫ് ഫിൽസ്റ്റീൻ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ഒരു വിവരണമുണ്ട്. ആ വിവരണം അനുസരിച്ച് ഈ മൂന്ന് രാജാക്കന്മാർക്കും
ഒരു ഹിൽ ഓഫ് വിക്ടറി അല്ലെങ്കിൽ ഹിൽ ഓഫ് ഗ്ലൗസ് എന്ന് പറയുന്ന ഒരു മലയിലാണ് അവർ 3 പേരും ഒന്നിച്ചു ചേർന്നത്. അവർ ഈ നക്ഷത്രങ്ങളെല്ലാം കണ്ടത്. അവിടെ നിന്നാണ് ഈ നക്ഷത്രം ഇവരെ ഗൈഡ് ചെയ്തത്. അതുകൊണ്ട് ഇവർ തിരിച്ച് ആ മലയിൽ ചെന്നു, ഹിൽ ഓഫ് വിക്ടറിയിൽ. അത് ഇന്ത്യൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ അക്കാലത്ത് വിപുലമായ രാജ്യമാണ്. നോർത്തില് ഇന്തെന്ന് പറയുന്ന അതിർത്തിയിലുള്ള ആ മലയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തിയിലുള്ള മലയിൽ അവര് വീണ്ടും ഒന്നിച്ചു കൂടി. എന്നിട്ട് അവർ അവിടെ വെച്ചൊരു തീരുമാനം എടുക്കുകയാണ്. ഈ കഥയിലനുസരിച്ച് 14-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥത്തിൽ പറയുന്നതനുസരിച്ച് അവിടെ വെച്ച് അവർ തീരുമാനമെടുത്തു, എല്ലാ വർഷവും ഈ സമയം, അതായത് നക്ഷത്രം പെട്ട സമയം നമ്മൾ ഇവിടെ വരികയും നമ്മൾ ഒന്നിച്ചു കൂടുകയും ചെയ്യണം. അങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ എവറി ഇയർ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 3 പേരെയും അടക്കുന്നത് ഈ മലയിലായിരിക്കണം. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് വീണ്ടും ഈ അവരായിരിക്കുന്ന രാജ്യങ്ങളിൽ അവർക്ക് നക്ഷത്രങ്ങൾ വീണ്ടും കാണപ്പെട്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങളുടെ മരണം ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് അവര് ഈ ഹിൽ ഓഫ് വിക്ടറിയിലേക്ക് തിരിച്ചു വന്നു. അവിടെ വന്ന് അവര് ഒരു ശവകുടീരം അവർക്ക് വേണ്ടി തന്നെയുള്ള ശവകുടീരം നിർമ്മിച്ചു. ലോക്കൽ ആളുകളോട് പറഞ്ഞു, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ അടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ലോക്കൽ ആളുകൾ അവരുടെ ദുഃഖാചരണം നടത്തുകയും അവരെ അടക്കുകയും ചെയ്തു. അതിനുശേഷം സംഭവിച്ചത്, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയായ ഹെലേന രാജ്ഞി വിശുദ്ധ നഗരങ്ങളെല്ലാം വീണ്ടെടുക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ വിശുദ്ധ നഗരങ്ങൾ വീണ്ടെടുക്കാൻ പോയ കൂട്ടത്തില് ഈ ഹിൽ ഓഫ് വിക്ടറിയിൽ ചെന്ന് ഇവരുടെ തിരിശേഷിപ്പുകൾ, അവരുടെ ബോഡി അടിച്ചാലുള്ള ബാക്കിയുള്ള തിരിശേഷിപ്പുകളൊക്കെ, അസ്ഥിയും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് പേടകത്തിലാക്കി രാജാവിന് സമ്മാനമായി കൊടുത്തു തന്റെ മകൻ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അത് ഹജിയ സോഫിയ എന്ന് പറയുന്ന ഇപ്പോൾ ഇസ്താംബൂളിലുള്ള ഇപ്പോൾ അത് മ്യൂസിയം ഓഫ് മോസ്കോയൊക്കെയായി മാറി. അന്നത്തെ ചക്രവർത്തിയുടെ വലിയ ദേവാലയമാണ്. ആ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു വെച്ചു. പിന്നീട് മുസ്ലിം ഇൻവേഷനൊക്കെ ഉണ്ടാകുന്ന പ്രതികൂലമായ സാഹചര്യത്തിൽ ആ വിശേഷിപ്പുകൾ മിലാനിലേക്ക് മാറ്റി. മിലാനിലെ കത്തീഡ്രലിലാണ് സൂക്ഷിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ജർമ്മനിയിലെ കൊളോണിയലുള്ളതായ ആർച്ച് ബിഷപ്പ് ഈ മിലാനിലെ യുദ്ധം ഉണ്ടായപ്പോൾ അവരെ സഹായിക്കാൻ തയ്യാറായപ്പോൾ അദ്ദേഹം സമാനമായിട്ട് മിലാനിൽ നിന്ന് കൊളോണിയിലേക്ക് കൊണ്ടുപോവുകയും കൊളോണിയിലെ കത്തീഡ്രൽ പള്ളിയുടെ മധുബഹായുടെ പുറകില് അതിന്റെ മുകളിലായിട്ട് ഒരു പേടകത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുമുണ്ട്. പിൽഗ്രിമേജൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴും കൊളോണിയിലെ കത്തീഡ്രൽ ദേവാലയത്തില് ഈ പൂജരാജാക്കന്മാരുടെ തിരിശേഷിപ്പുകൾ മനോഹരമായ പേടകത്തില് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ ഈ രാജാക്കന്മാരെ വിശുദ്ധരായിട്ട് സഭ ഇന്ന് ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. നാളെ ജനഹ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നിത്യ സഭയില് ഈ 3 രാജാക്കന്മാരിലൂടെ ഈ മിശിഹ രക്ഷകനാണ് എന്ന് വെളിപ്പെടുത്തുന്ന തിരുനാളാണ് ആചരിക്കുക. എന്നാൽ സീറോ മലബാർ സഭയില് അത് സ്നാപകയോഹന്നാൻ മാമോദിസ സ്വീകരിച്ചപ്പോൾ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ നമുക്ക് മിശിഹായായിട്ട് വെളിപ്പെടുത്തി തരുന്നതിനാണ് അനുസ്മരിക്കുക. അതുകൊണ്ട് നമുക്ക് ഈ പുണ്യരാജാക്കന്മാരുടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, വളരെയേറെ ത്യാഗം സഹിച്ച് ഈ വിജാതീയരായ ആളുകൾ അവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ ഈ ഈശോയെ കാണുവാൻ, ഈശോയെ സ്വീകരിക്കുവാൻ നമ്മൾ ത്യാഗങ്ങൾ സഹിക്കണം. ഇവിടെ വിജാതീയർക്ക് പോലും രക്ഷകനാണ് ഈശോ എന്ന് വെളിപ്പെടുത്തുന്നതിന്റെ മറ്റൊരു അർത്ഥം കൂടിയാണ് വിജാതീയരായ രാജാക്കന്മാർ വരുന്നു എന്നുള്ളത്. അതേ സമയത്ത് അവര് ത്യാഗം സഹിക്കുന്നുണ്ട്, ഇടയന്മാർ ത്യാഗം സഹിക്കുന്നുണ്ട്, യോസേഫും മറിയവും ത്യാഗം സഹിക്കുന്നുണ്ട്. ഈശോയിൽ വിശ്വസിക്കുന്നവര് ത്യാഗങ്ങളിലൂടെ ഈശോയെ അന്വേഷിക്കണം, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കണം. എന്നാൽ ഹെറോദസ് രാജാവായിരുന്നു. അദ്ദേഹം ഈ നല്ലവരും അറിഞ്ഞപ്പോൾ ആ രാജകുമാരനെ സ്വീകരിക്കുവാനല്ല, തന്റെ അധികാരം നിലനിർത്തുവാൻ വേണ്ടി പ്രായത്തിന്റെ മനുഷ്യനാണെങ്കിലും അയാൾ ഈ ശിശുവിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടുള്ള പരിശ്രമമാണ് നടത്തുക. പലപ്പോഴും നമ്മൾ സഭയിൽ അംഗമായി കഴിഞ്ഞ് ചിലരൊക്കെ സഭയെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് നശിപ്പിക്കുവാനായിട്ടും ഒക്കെ ശ്രമിച്ചത് വരും. അതുപോലെ തന്നെയാണ് അവിടെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പുരോഹിതന്മാരും അതുപോലെ തന്നെ പ്രവാചകന്മാർ അല്ലെങ്കിൽ നിയമജ്ഞന്മാരും ചെയ്തത് എന്താണ്? ഈശോയെ അവഗണിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ വിശ്വാസമൊക്കെ കിട്ടി, അതിനുശേഷം ഇനിയിപ്പോൾ ഞായറാഴ്ച പള്ളിയിലോട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുവാനായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള രക്ഷയുടെ മെസ്സേജ് ഇഗ്നോർ ചെയ്യുവാനുള്ള പ്രവണത നമുക്ക് ഉണ്ടാകാം. അതേസമയത്ത് ഈ ജ്ഞാനികളായ ആളുകൾ വെറുങ്കൈയായിട്ടല്ല വരിക. അവർ ഈശോയെ കാണാൻ വരുമ്പോൾ അവർ നേരത്തെ തന്നെ വെലുപിടിപ്പുള്ള സമ്മാനങ്ങൾ കരുതിയാണ് വരിക. കാരണം ഈ ശിശുവിന് ഇതൊന്നും ആവശ്യമില്ല, പക്ഷേ ആ ശിശുവിന്റെ അപ്പനും അമ്മയ്ക്കും ഇതിന്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട്
ദൈവം അവർക്ക് കൊടുത്ത അനുഗ്രഹത്തിൽ നിന്ന് അവർ പരമാവധി സമ്മാനങ്ങളുമായി വന്ന് ഈ ശിശുവിനെ മുട്ടുകുത്തി ആരാധിച്ച് ഈ സമ്മാനങ്ങൾ അവിടെ സമർപ്പിക്കുമ്പോൾ ദൈവം അവർക്ക് വിശുദ്ധിയുടെ ആ സമ്മാനങ്ങൾ നൽകുകയാണ്. കാരണം ഇന്നും അവരെ സ്വർഗത്തിലും ഭൂമിയിലും വണങ്ങുന്നതിന്റെ കാരണം അത് തന്നെയാണ്. കാരണം അവർ കൊടുത്ത ആ ത്യാഗം, അവർ കൊടുത്ത സമ്മാനങ്ങൾ, അവർ നൽകിയ ആരാധന. അതുപോലെ തന്നെ നമുക്കും നമ്മൾ കൊടുക്കുമ്പോഴാണ് ഏറിടുക. ദരിദ്രരായവര്, സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ളവർ, സഭയ്ക്ക് ഒക്കെ ആവശ്യത്തിനനുസരിച്ച് നമ്മളെ കൊണ്ട് ദൈവത്തിൽ നൽകുന്ന കൃപകൾക്കനുസരിച്ച് പങ്കുവയ്ക്കുവാനുള്ള മനോഭാവവും നമുക്കുണ്ടാകണം. അവിടെ ഈ വിശുദ്ധരായ രാജാക്കന്മാരുടെ ജ്ഞാനികളുടെ മധ്യസ്ഥം തേടിക്കൊണ്ട് അവരുടെ ആ നല്ല മാതൃക പിന്തുടരുവാനായിട്ട് നമുക്ക്